നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗർ. NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ് ആയിട്ടുള്ളതാണ്. ഒരിക്കലും അത് നിങ്ങൾ സെൽഫ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്പെർട്ടിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് ഞാനൊരു നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുവാനും നാർസിസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസ്, നമ്മുടെ ലൈഫിൽ അബ്യൂസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ്, അതായത് നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോൾ നമുക്ക് പല നീഡ്സ് ഉണ്ട്. നമുക്ക് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് കുറച്ച് ഇമോഷണൽ നീഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് വാട്ട് ആർ ദ ഇമോഷണൽ നീഡ്സ് ഓഫ് എ പേഴ്സൺ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു നാർസിസിസ്റ്റിക് പേഴ്സൻ്റെ ഇമോഷണൽ നീഡ്സ്, അതിൻ്റെ ലെവൽസും, അതുപോലെ തന്നെ ഒരു വിക്ടിമിൻ്റെ ഇമോഷണൽ നീഡ്സിൻ്റെ കാര്യത്തെപ്പറ്റി നമുക്ക് അതങ്ങനെ ആയി കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് സാധാരണ ഒരു വ്യക്തിക്ക് എന്തെല്ലാം ഇമോഷണൽ നീഡ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒത്തിരി ഉണ്ട്, പക്ഷെ കുറച്ച് കാറ്റഗറീസ് നമുക്കതിനെ കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ, എനിക്ക് ഇതൊക്കെ ആവശ്യമായിട്ടുള്ളതാണ് എൻ്റെ ലൈഫിൽ. നമ്മൾ പറയത്തില്ലേ, ഭക്ഷണം കഴിക്കാനാണെങ്കിൽ നമുക്ക് ഏത് ഭക്ഷണവും കഴിക്കാം, പക്ഷെ കുറച്ച് ന്യൂട്രീഷനായിട്ടും നമ്മളൊരു സിസ്റ്റം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയാം ഇന്ന ഫുഡുകളാണ് എനിക്ക് നല്ലത് എന്നുള്ളത്. അതിനകത്ത് നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ ടേസ്റ്റും ഒക്കെ നമ്മൾ നോക്കും. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഇമോഷണൽ നീഡ്സിൽ ഏതൊക്കെയാണ് ഒരു പേഴ്സണ് വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്, ഒരു വ്യക്തിക്ക് വേണ്ടതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ നമുക്കതൊന്നും നോക്കാം. അതിനകത്ത് ഞാൻ കുറച്ച് ലിസ്റ്റുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓർമ്മയിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആണ് ഓട്ടോണമി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾക്ക് ഓട്ടോണമി എന്ന് പറയുന്ന ഒരു സെൽഫ് ഗവേണിംഗ് സിസ്റ്റം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുക എന്നുള്ളത്. അതായത് എനിക്ക് എന്നെ ഡെവലപ്പ് ചെയ്യാനും എന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്നെ ഡെവലപ്പ് ചെയ്ത് എന്നെ ഗ്രോ ചെയ്ത് എൻ്റെ ചോയ്സസിനെ മനസ്സിലാക്കി ചൂസ് ആൻഡ് എന്താ പറയുക, നമ്മൾ ഡിസിഷൻ എടുത്ത് നമ്മൾ ചൂസിങ് ഫ്രം ഓൾ ദോസ് ചോയ്സസ്, അങ്ങനെ എൻ്റെ ഡിസിഷൻസ് എടുത്ത് എനിക്ക് എൻ്റെ സെൽഫിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ഒരു സെൻസ് ഓഫ് സെൽഫ് എന്നിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നത് എൻ്റെ ഇമോഷണൽ നീഡാണ്. അവിടെയാണ് എനിക്ക് ഇമോഷണലി ഞാൻ ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആകുക എന്ന് പറയുന്നത് വരുന്നത്. അതായത് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമ്മളായിട്ട് നമ്മളെ നിർത്താൻ പറ്റുക എന്ന് പറയുന്ന, ഞാൻ എൻ്റെ സെൽഫിനെ ഒരു സെൻസ് ഓഫ് സെൽഫിൽ എനിക്ക് നിർത്താൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇമോഷണൽ നീഡായിട്ട് വരുന്നത്. അടുത്ത ഇമോഷണൽ നീഡ് എന്ന് പറയുന്നത് നമ്മുടെ പീപ്പിൾ, ദ റിലേഷൻഷിപ്പിലേക്കുള്ള എൻ്റെ കാര്യമാണ്. അതിനകത്ത് കണക്ഷൻ എന്ന് പറയുന്നത്, അതായത് എനിക്ക് ഇമോഷണലി എനിക്ക് നല്ല ഫീലിങ്ങോട് കൂടി, ഏത് ഫീലിംഗ് ആണോ എനിക്കൊരു വ്യക്തിയോട് വേണ്ടത്, അത് പല പല ഫീലിങ്സ് ആണ് പല വ്യക്തികളോട് കണക്ഷന് നമുക്ക് വരുന്നത്. നമുക്ക് നമ്മുടെ എല്ലാവരോടും സ്നേഹം തന്നെയാണ്, പക്ഷെ സ്നേഹത്തിന് നമ്മൾ ഡിഫറെൻറ്റ് ഡെഫിനേഷൻസ് കൊടുക്കും. ഒരു ഫ്രണ്ടിനോടുള്ള സ്നേഹം, ഒരു ലവറിനോടുള്ള സ്നേഹം, ഒരു ഗുരുവിനോടുള്ള സ്നേഹം, ഒരു ബോസിനോടുള്ള സ്നേഹം, പേരൻറ്റിനോടുള്ള ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ വാംത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു ഹാപ്പിനെസ്സും പീസും ഒക്കെ ഫീൽ ചെയ്യുന്ന നമ്മുടെ കണക്ഷൻസ്, ഹ്യൂമൻ കണക്ഷൻസിലേക്ക് നമ്മൾ നോക്കുന്നു. ആ രീതിക്ക് അതുപോലെ തന്നെ മെറ്റീരിയൽ കണക്ഷൻസ് നമുക്ക് വരാം. നമ്മളൊരു വണ്ടി വാങ്ങിക്കുന്ന വണ്ടിയോടുള്ള കണക്ഷൻസ്, അങ്ങനെ എൻ്റെ ഇമോഷണൽ കണക്ഷൻസിനെ വളരെ ഹെൽത്തി ആയിട്ട് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് എനിക്കൊരു എൻ്റെ ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സണൽ നീഡ് തന്നെയാണ്, എൻ്റെ ഇമോഷണൽ നീഡാണ് അത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വലിഡേഷൻ ആണ്. എന്താണ് വലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ് അത് വേറൊരാൾക്ക് മനസ്സിലാകുകയും, ഞാൻ വലിഡേറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ എൻ്റെ തോട്ട്സ്, ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ഫീലിങ്സ്, എൻ്റെ അച്ചീവ്മെൻറ്റ്സ്, ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ, എനിക്ക് വേണ്ട കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്രസ് ചെയ്യുകയും എന്നെപ്പറ്റി ഞാൻ പല കാര്യങ്ങളും പറയുമ്പോഴും എനിക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയുമ്പോഴും, ഞാൻ ചെയ്ത കാര്യങ്ങളെ പറ്റി പറയുമ്പോഴും, വെദർ ഇറ്റ് ഇസ് എൻ അച്ചീവ്മെന്റ്, ഇറ്റ്സ് എ ഗുഡ് പെർഫോമൻസ്, ഹൗ ഡിഡ് ഐ ഫീൽ ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെ ആളുകൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വാല്യൂ ചെയ്യാനും പറ്റുക. അതാണ് വലിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ എത്രമാത്രം എൻ്റെ രീതിക്ക്, അതായത് ഒരു വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളായിട്ട് തരുന്ന എൻ്റെ രീതിക്ക്, അത് സെൻസിബിൾ ആയിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിലേക്ക് എൻ്റെ ഫീലിങ്സിനെ വാല്യൂ ചെയ്ത് എനിക്കൊരു അക്നോളജ്മെൻറ്റും അക്സെപ്റ്റൻസും ഒക്കെ തരുന്നതാണ് വലിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്.
അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ ട്രാൻസാക്ട് ചെയ്യുകയാണ്, ഞാൻ അങ്ങോട്ട് തരുന്നു, അവർ ഇങ്ങോട്ട് തരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കമ്മ്യൂണിക്കേഷൻ, എൻ്റെ ഫീലിങ്സും എൻ്റെ തോട്ട്സും എല്ലാ കാര്യങ്ങളും ഐ ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ്. എനിക്ക് അത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്താണെന്നോ ഏതാണെന്നോ എങ്ങനെയാണെന്നോ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് അത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ അതിനെ ഹേർഡ് ചെയ്യുന്നു, അതിനെ ലിസൺ ചെയ്യുന്നു. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനും എനിക്ക് ഇമോഷണലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷനിലെ ഇമോഷണൽ നീഡ് എന്ന് പറയുന്നത് അതാണ്. ഞാനിങ്ങനെ പറയുന്നു, അത് കേൾക്കുന്നു, അറ്റ്ലീസ്റ്റ് ഒരാൾ കേൾക്കുന്നു, എന്നെ കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇമോഷണൽ നീഡ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ. അത് മാത്രമാണ് എല്ലാം എന്നല്ല പറയുന്നത്, ഇമോഷണൽ നീഡ് മാത്രമേ നമ്മൾ സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനിലെ ആണെങ്കിൽ പോലും. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ എൻ്റെ ഇമോഷണൽ നീഡ് എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുക, എന്നെ മനസ്സിലാക്കുക, എനിക്ക് പറയാൻ അവസരം തരിക. അപ്പോൾ ഐ എം ഏബിൾ ടു എക്സ്പ്രസ്, എനിക്കൊരു അവസരമുണ്ട്, അതിനെ കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് എംപതി. എംപതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ നമ്മളുടെ ഫീലിങ്സ്, നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു, നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ സ്റ്റേറ്റും അതുപോലെ തന്നെ മറ്റൊരാളുടെ സ്റ്റേറ്റും മറ്റൊരാളുടെ സിറ്റുവേഷനും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇന്റർപേഴ്സണൽ ട്രാൻസാക്ഷനിലേക്ക് നമുക്ക് കയറാൻ പറ്റുക എന്നതാണ് നമ്മൾ എംപതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നെ മനസ്സിലാകുകയും എൻ്റെ സൈഡിൽ നിന്നുള്ള എൻ്റെ വ്യൂ എനിക്ക് കാണാൻ പറ്റുകയും മറ്റേ ആളുടെ സൈഡിൽ നിന്നുള്ള വ്യൂ എനിക്ക് കണ്ടിട്ട് അതിനകത്ത് എൻ്റെതായ രീതിയിലുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു എംപത്തറ്റിക് രണ്ടുപേരെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് പറ്റുകയും ചെയ്യുക, അതിനൊരു ഓപ്ഷൻ കിട്ടുക എന്നുള്ളതുമാണ് എംപതി എന്ന് പറയുന്നത്. ഇതും നമ്മളൊരു ഇമോഷണൽ നീഡാണ്. അതുപോലെ തന്നെ ഫ്രീഡം ടു എക്സ്പ്രസ് മൈ ഓൺ നീഡ്സ് ആൻഡ് വോൺസ്, അതായത് ഫ്രീഡമാണ്. ദ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രീഡം ഇസ്, അവിടെ ഒരു കൺട്രോൾ ഉണ്ട് എല്ലാവരുടെ ഫ്രീഡം. എനിക്കൊരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ കൾച്ചറൽ, എൻ്റെ സോഷ്യൽ, എൻ്റെ ലീഗൽ, എൻ്റെ ഫാമിലിയൽ, അങ്ങനെയുള്ള പെർസ്പെക്റ്റീവിലൊക്കെ നിന്നുകൊണ്ടാണ് എനിക്ക് ഫ്രീഡം എക്സസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ ഫ്രീഡം എന്ന് പറയുന്നത് എൻ്റെ നീഡ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫ്രീഡം ആകരുത്, കൺട്രോൾ ചെയ്യുന്നതാകരുത്. ആ ഫ്രീഡം എന്ന് പറയുന്നതിൽ കൺട്രോൾഡ് ഫ്രീഡം, എനിക്ക് ഒത്തിരി എൻ്റെ നീഡ്സിനെ സഫക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഫ്രീഡം എനിക്ക്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ഫ്രീഡം അറ്റ്ലീസ്റ്റ് എനിക്ക് വേണം, എൻ്റെ നീഡ്സ് എന്താണെന്നും ഞാൻ എങ്ങനെയാണെന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതൊരു സേഫ് ആൻഡ് റെസ്പെക്ട്ഫുൾ വേയിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അതായത് I have the safety. Nobody is going to judge me. Nobody is going to do anything. ഞാനത് പറയുമ്പോൾ എനിക്ക് റെസ്പെക്ട്, അതിന് എന്തായാലും ഏത് രീതിയിലായാലും, ഇപ്പൊ ചിലപ്പം ബാക്കിയുള്ളവർക്കൊക്കെ അത് എഗെയിൻസ്റ്റ് ആണെ പോലും എന്നെ മനസ്സിലാക്കിക്കൊണ്ട് എംപത്തറ്റിക് എന്ന് പറയുന്നത് അതൊക്കെയാണ്. നമ്മളും എക്സ്പ്രസ് ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് അത്രയും അത് അക്സെപ്റ്റബിൾ അല്ല എങ്കിൽ പോലും നമ്മൾ പറയുന്നതിനെ അവർ കേൾക്കുകയും അതിനെ റെസ്പെക്ട്ഫുൾ ആയിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അത് എന്ന് പറയുന്നതും എൻ്റെ ഒരു ഇമോഷണൽ നീഡാണ്. ചില ആൾക്കാർ എനിക്ക് പേടിയോ പറയാൻ, എനിക്ക് ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിനക്കത് വേണം, പക്ഷെ എങ്ങനെ പറയും, എനിക്ക് പേടിയാ. ഈ സാധനം ആണ് ഞാൻ പറയുന്നത്. ഈ ഫ്രീഡം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ നീഡ്സിനെ അറ്റ്ലീസ്റ്റ് എങ്കിലും എനിക്ക് എന്താണെന്നുള്ള എക്സ്പ്രസ് ചെയ്യാനും അതിനകത്തൊരു ഇന്ററാക്ഷൻസ് ഉണ്ടാകാനും ഒക്കെ ഉള്ള ഒരു ഇമോഷണൽ നീഡ് ഒരു വ്യക്തിക്കുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. ഇനി പ്രത്യേകിച്ച് ഈ നീഡ് ഓഫ് എക്സ്പ്രസിങ് ദ ഫ്രീഡം ഓഫ് എക്സ്പ്രസിങ് നീഡ്സിൽ നമ്മൾ പറയുമ്പോൾ മിക്കവാറും കുട്ടികൾക്ക് പേരൻസിനോട് പറയാൻ പേടി, പേരൻസിന് കുട്ടികളോട് പറയാൻ പേടി, ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാൻ പേടി, ഭർത്താവിന് ഭാര്യയോട് പറയാൻ പേടി, സ്കൂളിൽ സ്റ്റുഡൻസിന് ടീച്ചേഴ്സിനെ പേടി, ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനെ പേടി. When you look at it, in most of the places you can see that this particular freedom to express my needs in a safe and respectful way എന്ന് പറയുന്നത് most of the places we can see it's getting, പലർക്കും ഭയങ്കരമായിട്ട് അത് ഇല്ലാതാകുന്നത് നമ്മൾ കാണാറുണ്ട്. ബോസിന് എംപ്ലോയീസിനെ പേടി, എംപ്ലോയീസിന് ബോസിനെ പേടി, ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു വലിയൊരു ഇമോഷണൽ നീഡ്സ് ആണ്, വളരെ റെസ്പെക്ട്ഫുൾ ആൻഡ് സേഫ് ആയിട്ട് നമുക്കിത് പറയാൻ പറ്റുക എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് ലവ് ആൻഡ് ഇന്റിമസി ആണ്. ലവ് ആൻഡ് ഇന്റിമസി എന്താണ്? ലവ് ആൻഡ് ഇന്റിമസി എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്നേഹം, കരുതൽ എന്നൊക്കെ പറയുന്ന കമ്പാഷൻ, ഇതിനെയെല്ലാം വേറൊരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് എൻ്റെ ആ ഇമോഷണൽ ക്ലോസ്നെസ് ടു പീപ്പിൾ ഹും ഐ ലവ്,
എനിക്ക് ഇഷ്ടമുള്ള ആളുകൾ, അവരോട് എനിക്ക് ഇമോഷണൽ ക്ലോസ്നെസ് ഉണ്ടാക്കാൻ പറ്റണം. അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുമാണ് നമ്മൾ ആ ഇമോഷണൽ ക്ലോസ്നെസ് ഉണ്ടാക്കുന്നത്. ഇന്റിമസി ക്യാൻ ബി വേരിയസ് വേസ്. എല്ലാ ഇന്റിമസീസും സെക്ഷൽ ഇന്റിമസീസ് അല്ല. ചിലർ ഇമോഷണലി വളരെ ഇന്റിമേറ്റ് ആകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലി, മെന്റലി, സൈക്കോളജിക്കലി ഒക്കെ പീപ്പിൾ ക്യാൻ ബി വെരി ഇന്റിമേറ്റ്. അങ്ങനെ അപ്പോൾ ലവ് ആൻഡ് ഇന്റിമസി ടു കണക്ട് വിത്ത് പീപ്പിൾ ഇമോഷണലി എന്ന് പറയുന്നതും ഒരു പേഴ്സന്റെ ഒരു നീഡാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ നമുക്ക് ഈ എന്താ പറയാ, നമുക്കൊരു ഇത് തോന്നാതെ, നമുക്ക് ഈ അയ്യോ ഒന്ന് പുറകോട്ട് നിൽക്കാമെന്ന് തോന്നാതെ, നമ്മളെ പുറകോട്ടെടുക്കാതെ സ്പോണ്ടേനിയസ് ആയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് റൂൾസ് ആർ വെരി സ്ട്രിക്റ്റ്. റൂൾസ് എന്ന് പറയുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ നോട്ട് സെറ്റ് ബൈ ദ ലീഗൽ പാർട്ടി അല്ല. എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എൻ്റെ കാര്യങ്ങളെ ചെയ്യാൻ പറ്റണം എന്ന് പറയുന്നിടത്ത് ചില ആളുകൾ ഇൻഡിവിജ്വൽ റൂൾസ് ഒക്കെ വെക്കും. എൻ്റെ ഫാദറിന്റെ റൂൾ ഇതാണ്, ഈ വീട്ടിൽ ഫാദറിന്റെ റൂൾ ഇതാണ്, ഈ വീട്ടിൽ മകന്റെ റൂൾ ഇതാണ്, ഇവിടെ എൻ്റെ ഇതാണ് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് പേടി, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അപ്പൊ എൻ്റെ സ്വഭാവത്തെ കാണിക്കാനും, അപ്പൊ നമ്മൾ പറയുന്ന ആക്ഷൻസ്, ഐ ക്യാൻ പ്ലേ മൈസെൽഫ് വിത്ത് ദാറ്റ്. എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റും അവിടെ എന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് എന്നെ അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റണം. അതല്ലാതെ അയ്യോ പേടിച്ച് അവിടെ ഇങ്ങനെ റൂളാണ്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, ഇങ്ങനെ ഒരു റൂളുണ്ട്, ഇതിനകത്ത് വെച്ചിട്ട് എനിക്ക് എന്നെ ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, എൻ്റെ ബിഹേവിയറിനെ, ഞാൻ എന്ന വ്യക്തിത്വത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ ഐ കനോട്ട് സ്പോണ്ടേനിയസ്ലി സേ. നമ്മളിങ്ങനെ പെട്ടെന്ന് ഹോൾഡ് ആക്കും, അയ്യോ ഇതിവിടെ പറഞ്ഞ പ്രശ്നമാവും. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് നമുക്ക് ആ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്കൊരു കാര്യം, പക്ഷെ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുമ്പോഴും നമ്മൾ എമ്പതി, റെസ്പെക്ട്ഫുൾ, ഡിഗ്നിറ്റി ഒക്കെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ എന്നാലും അയ്യോ വേണ്ട, ഇവിടെ വേണ്ട, അയ്യോ ഇവിടെ ഇങ്ങനെയുണ്ട്, അയ്യോ അവിടെ അങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് കെട്ടിയ റൂളായാലും ശരി, ബാക്കിയുള്ള സിസ്റ്റത്തിനകത്തുള്ളതായാലും ശരി, എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് വരുന്ന കാര്യങ്ങളെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ആ സ്പോണ്ടേനിയറ്റി, എക്സ്പ്രസിങ് ദാറ്റ് സ്പോണ്ടേനിയസ്ലി എന്ന് പറയുന്നത്, നമ്മൾ നോക്കുമ്പം നമ്മൾ ഈ ചില മീറ്റിംഗ്സുകൾ, ചില ഗ്രൂപ്പ്സിലൊക്കെ ആളുകൾ നമ്മളെ കളിയാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ എന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാനും പ്രസന്റ് ചെയ്യാനും പറ്റുക എന്ന് പറയുന്നതും എൻ്റെ ഒരു ഇമോഷണൽ നീഡാണ്. അടുത്തത് എൻ്റെ ഇമോഷണൽ സെക്യൂരിറ്റിയാണ്. ഇമോഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇമോഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇമോഷൻസ്, എനിക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസിനെ അത് എനിക്ക് വേണ്ടതായ ഇമോഷൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് വേണം. അതായത് പോസിറ്റീവ് ഇമോഷൻസ് എന്ന് ഞാൻ പറയാം. എനിക്കിപ്പോൾ പോസിറ്റീവ് ഇമോഷൻസ് ആണ്, എനിക്ക് കുറേ പോസിറ്റീവ് ഇമോഷൻസ്, ഹാപ്പി ഇമോഷൻസ് എനിക്ക് വേണമെന്നുള്ള ആ ഒരു കാര്യത്തെ എനിക്ക് നേടിയെടുക്കാൻ പറ്റുകയും അതുപോലെ തന്നെ എനിക്ക് എന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഇമോഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ് എൻ്റെ ഇമോഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത് ചിലപ്പം മറ്റുള്ളവരിൽ നിന്നും വേറെ ആളുകളും നമ്മളെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ ഒരു സെക്യൂരിറ്റി, ഇമോഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നതും എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ നമുക്ക് വരുന്നത് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റിയാണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണോ, എന്താണോ, ഏത് പൊസിഷനാണോ, ഏത് ഫങ്ഷനാണോ ഞാൻ കീപ്പ് ചെയ്യുന്നത്, ഏത് റോളാണോ ഞാൻ പ്ലേ ചെയ്യുന്നത്, മൈസെൽഫ് ആസ് ആൻ ഇൻഡിവിജ്വൽ ഞാൻ ഡിസേർവ് ചെയ്യുന്ന റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് എനിക്ക് പൊസിഷൻ വൈസ് ആയിരിക്കും. ഞാനൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു, ഒരു റോള് പ്ലേ ചെയ്യുന്നു, അതല്ലെങ്കിൽ ഞാനൊരു ഫങ്ഷണൽ വേയിൽ ഏറ്റവും നന്നായിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ അതിനകത്ത് റെസ്പെക്ട്, ദ ഡിസേർവിങ് റെസ്പെക്ട് ആൻഡ് ദ ഡിഗ്നിറ്റി ദാറ്റ് ഐ പ്ലേ, എനിക്ക് എൻ്റെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള എൻ്റെ ഏത് റോള് ഞാൻ പ്ലേ ചെയ്യുന്നു, ഏത് പൊസിഷനിൽ ഞാൻ ഇരിക്കുന്നു, ഏത് വ്യക്തിയാണ് ഞാൻ എന്നുള്ള രീതിയിൽ ഒരു ഡിഗ്നിഫൈഡ് വേയിൽ ഞാൻ എന്നെ പ്രൊജക്റ്റ് ചെയ്യുകയും അതിന് എനിക്ക് ഡിസേർവിങ് ആയിട്ടുള്ള റെസ്പെക്ട് എനിക്ക് കിട്ടുകയും ചെയ്യുക എന്നുള്ളതും എൻ്റെ ഒരു ഇമോഷണൽ നീഡാണ്. അടുത്തത് എന്ന് പറയുന്നത് സെൽഫ് വർത്ത് ആണ്. സെൽഫ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ, ഞാനെന്ന വ്യക്തിയുടെ വാല്യൂവും അതിൻ്റെ പവറും അതെനിക്ക് കിട്ടുക, അതെനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുക, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ സെൽഫ് വർത്ത്. ഇതും എൻ്റെ ഒരു ഇമോഷണൽ നീഡാണ്. അടുത്തത് എൻ്റെ കമ്പാഷനാണ്. എൻ്റെ കമ്പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട കംഫർട്ട്, എനിക്ക് കിട്ടേണ്ട
ഞാൻ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള രീതിയിലേക്ക് കാര്യം ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പം നമ്മളെല്ലാവരും അങ്ങനെയാണ്, നമ്മൾ ചിലപ്പം ചിലത് തെറ്റിപ്പോവും, ചില അബദ്ധങ്ങൾ പറ്റും, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വീണു പോകാതെ എന്നെ കംഫർട്ടിലാക്കിക്കൊണ്ട് എന്നെ സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് എനിക്ക് വീണ്ടും എന്നെ ബിൽഡ് ചെയ്യാനും റിഗ്രറ്റ് ഇല്ലാതെ എനിക്ക് ഒരു 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 കോൺഫിഡൻസോട് കൂടി വീണ്ടും എന്നെ ബിൽഡ് ചെയ്ത് ആ വീഴ്ചയിൽ നിന്നും അതിന് കിട്ടിയ ഡാമേജിൽ നിന്നും ഒക്കെ എന്നെ റിക്കവർ ചെയ്യിച്ചുകൊണ്ട് എനിക്ക് മുമ്പോട്ട് കയറി വരാനായിട്ടുള്ള ആ ഒരു ഫീല്, ആ ഒരു ഇമോഷണൽ സപ്പോർട്ട്, അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും എൻ്റെ ഇമോഷണൽ നീഡ്സ് ആണ്. ഇനി അടുത്തത് എൻ്റെ ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും മറ്റുള്ളവരെയും എനിക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഐ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് how much I can give, how much they can give, and what way they can damage me, what way I can damage them. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഒരാളെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മയും മനസ്സിലാക്കിക്കൊണ്ട് ഇത് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഫോം ചെയ്യുക എന്ന പ്രോപ്പർ വേ എന്ന് പറയുന്നത് യു ക്യാൻ ട്രസ്റ്റ് എ ട്രസ്റ്റ് വർത്തി പേഴ്സൺ, ആ ട്രസ്റ്റ് വർത്തി പീപ്പിൾ, ആ ട്രസ്റ്റ് വർത്തി ആകുക, അതുപോലെ അങ്ങനെ ആളുകളുമായിട്ട് കണക്ട് ആകുക, ഇതെല്ലാം എൻ്റെ ഒരു ഇമോഷണൽ നീഡാണ്. ഇനി വരുന്നതാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം, എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടതാണ് എന്നെ ജഡ്ജ് ചെയ്യാതെ, യു ഡോണ്ട് ജഡ്ജ് മീ വെൻ ഐ ഡു സംതിങ് ബട്ട് അണ്ടർസ്റ്റാൻഡ് മീ വൈ ഐ ഡിഡ് ഇറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെന്നതെന്ന് മനസ്സിലാക്കുകയും അതിന് ചേരുന്ന രീതിയിൽ ഒരു കമ്പാഷനേറ്റ് സപ്പോർട്ട് എനിക്ക് കിട്ടുകയും ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഗ്യാസ് ലൈറ്റ് അങ്ങനെയൊന്നും കേട്ടിട്ടല്ല, അങ്ങനെയല്ല. അപ്പൊ നമുക്ക് മനസ്സിലാകണം ദർ ഇസ് എ മാനിപ്പുലേഷൻ, ഗ്യാസ് ലൈറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് മനസ്സിലാകണം, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ ഒരു അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾ എന്താണോ ഏതാണോ അതായിരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആസ് ലോങ് ആസ് യു ഡോണ്ട് അബ്യൂസ് ഓർ ഹേർട്ട് അതർ പേഴ്സൺ. അതായത് ലിവ് ലെറ്റ് ലിവ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് നിങ്ങളുടെ സ്വന്തമാണ്. ഇനി നിങ്ങൾക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റ് പറ്റിയെങ്കിലും അത് നിങ്ങൾ തിരുത്താൻ തയ്യാറാകുമ്പോൾ അവിടെ ജഡ്ജ് ചെയ്തിട്ട് അങ്ങനാണ് ഇങ്ങനാണെന്നുള്ള രീതിയിൽ വരാതെ അതിനെ നോക്കിക്കൊണ്ട് അതിന് വേണ്ട ഹെൽപ്പുകളും ഒരു കമ്പാഷന് വേയിലും ഒക്കെ എന്നെ ട്രീറ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നതും എൻ്റെ ഒരു നീഡാണ്. ഇതൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഇമോഷണൽ നീഡ്സ് വരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇൻഡിവിജ്വൽസിന്റെ ഇമോഷണൽ നീഡ്സിനെ പറ്റി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമോഷണൽ നീഡ്സ് ആണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ആളുകളുമായിട്ട് വേണം നമ്മൾ കണക്റ്റഡ് ആകാൻ. അതുപോലെയുള്ള ഇതെല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഈ ഇമോഷണൽ നീഡ്സിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളാണ് വർക്ക് ചെയ്യേണ്ടത്. നമ്മളാണ് ആ രീതിയിലുള്ള എൻവയറമെന്റും സിറ്റുവേഷൻസും കണക്ഷൻസും നമ്മുടെ ചുറ്റും ഉണ്ടാക്കിയെടുക്കേണ്ട. കാരണം നമുക്കറിയാം, നമുക്ക് ഫുഡ് കഴിക്കണം, നമ്മൾ കഴിക്കണം, നമുക്ക് വസ്ത്രം വേണം, നമ്മൾ ഉണ്ടാക്കണം, പാർപ്പിടം വേണം, നമ്മൾ ഉണ്ടാക്കണം. ഇതല്ലെങ്കിൽ മറ്റുള്ളവർ ഉണ്ടാക്കി തരുന്ന വസ്ത്രമോ പാർപ്പിടമോ ഫുഡോ ഒക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ട വരും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇതൊന്നും സെറ്റ് ചെയ്തില്ലെങ്കിൽ വരിക. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത് നമ്മളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എങ്കിലേ നമുക്ക് ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും ജീവിക്കാൻ ഒക്കത്തുള്ളൂ. നമ്മൾ എപ്പോഴും ലിവ് ലെറ്റ് ലിവ് എന്നുള്ള ഒരു രീതിയിലായിരിക്കണം കാര്യങ്ങളെ കാണേണ്ടത്. ഒരിക്കലും അബ്യൂസ് എടുക്കുകയോ അബ്യൂസ് കൊടുക്കുകയോ സ്വയം അബ്യൂസ് ചെയ്യുകയോ ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും പീസ്ഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും പ്രോഗ്രസീവ് ആയിട്ടും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അന്ന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.